പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സാംസങ്ങിൻ്റെ എക്കാലത്തെയും തുറപ്പിച്ചിട്ടായ സാംസങ് ഗാലക്സി S24 അൾട്ര ഫോണുകൾ തിരുവനന്തപുരം നഗരത്തിലെ ഷോപ്പുകളിൽ ഡെമോയ്ക്കായി എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കാണാനൊക്കെ നല്ല അഴകുള്ള ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. S23 അൾട്രയെക്കാളും വെയിറ്റ് കുറഞ്ഞ ഒരു ടൈറ്റാനിയം ഫ്രെയിമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പ്രോസസ്സർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സറാണ്. ഇതിൻ്റെ ബോഡിയുടെ കനം 8.6 mm ആണ്. ഇതിൻ്റെ വെയിറ്റ് 232 ഗ്രാമാണ്. ഫ്രണ്ട് ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് ആർമോർ. ഇതിൻ്റെ ബാക്ക് ടൈറ്റാനിയം ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. നാനോ സിമ്മും ഉപയോഗിക്കാം, അതുപോലെ ഈ സിമ്മും ഉപയോഗിക്കുന്ന ഡ്യുവൽ സിം സംവിധാനമാണ് നൽകിയിരിക്കുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻറ്റും ഇത് നൽകുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 45 വാട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 15 വാട്ട് വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ് സംവിധാനമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറ സംവിധാനം എന്ന് പറയുന്നത് 200 MB മെയിൻ ക്യാമറയാണ്. 50 MB പെരിസ്കോപ്പ് ടെലിഫോട്ടോ സംവിധാനമാണ്. 10 MB ടെലിഫോട്ടോ സംവിധാനമാണ്. അതുപോലെ 12 MB എന്ന് പറയുന്ന അൾട്രാ വൈഡ് സംവിധാനവും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ഡൈനാമിക് LTPO അമോലെഡ് 2x 120 Hz HDR10+ 2600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സൈസ് 6.8 ഇഞ്ചാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ 1440x3120 പിക്സലാണ് നൽകിയിരിക്കുന്നത്. 505 PPI ഡെൻസിറ്റിയും നൽകുന്നു. ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നൽകുന്നത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് ആർമോർ എന്ന ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ പോറൽ ഏൽക്കില്ല എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മൾ പോക്കറ്റിൽ ഇടുമ്പോഴോ മേശപ്പുറത്ത് വയ്ക്കുമ്പോഴോ ഒന്നും തന്നെ പെട്ടെന്നൊന്നും പോറൽ വീഴില്ല. ഇതിനകത്ത് ആൾവേസ് ഓൺ ഡിസ്പ്ലേ സംവിധാനവും നൽകിയിട്ടുണ്ട്. ഈ സാംസങ്ങിൻ്റെ ഗാലക്സി S24 അൾട്രയുടെ അവതരണ വേളയിൽ ഉയർത്തിപ്പിടിച്ച ഒരു സംവിധാനമാണ് നമ്മൾ AI അധിഷ്ഠിതമായ സെർച്ചിങ് സംവിധാനം. ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു പിക്ചറോ സോഷ്യൽ മീഡിയയിൽ വരുന്നത് നമുക്ക് കാണുകയാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് താഴെ സെൻറ്ററിൽ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് മുകളിൽ വട്ടത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്കത് സെർച്ച് ചെയ്ത്, അതായത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം, നമ്മുടെ ഇൻ്റർനെറ്റിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സാധനം നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി സാംസങ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നോട്ട് എഴുതുന്ന ഫെസിലിറ്റീസ് ഉണ്ട്. ആ നോട്ടിൽ നമ്മൾ കുറിക്കുന്ന കാര്യങ്ങൾ അതിനെ നമുക്ക് AI ഉപയോഗിച്ച് റീഡിസൈൻ ചെയ്ത് തരുന്ന ഒരു സംവിധാനവും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ തന്നെ ഒരു AI ഫോണായി സാംസങ് ഇതിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 14 One UI 6.1 പ്രവർത്തിക്കുന്നത്. കോൾക്കം ചിപ്പ് സെറ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 4nm ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. GPU Adreno 750 1 GHz ടെക്നോളജിയാണ് നൽകിയിരിക്കുന്നത്. കാർഡ് സ്ലോട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 12 GB എല്ലാ വേരിയൻറ്റിനും നൽകിയിട്ടുണ്ട്. 12 GB റാം എല്ലാ വേരിയൻറ്റിനുമുണ്ട്. അതിൻ്റെ സ്റ്റോറേജ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 256, 512, 1 TB അങ്ങനെ 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ 12 MB ആണ്. 4K വീഡിയോ 30/60 FPS ഷൂട്ട് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ് തന്നെ ഏറ്റെടുത്ത AKG എന്ന കമ്പനി ട്യൂൺ ചെയ്ത സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കറുകൾ. സാംസങ് നൽകിയിരിക്കുന്ന ഗ്ലാസ് കോർണിംഗ് ഗൊറില്ല ആർമർ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഫോണുകൾ നമ്മൾ പോക്കറ്റിൽ ഇടുമ്പോഴും ബാഗിൽ വയ്ക്കുമ്പോഴും ഡിസ്പ്ലേയിൽ പോറൽ വീഴുന്നതും പൊട്ടൽ വീഴുന്നതുമൊക്കെ അതിന് എതിരെ സംരക്ഷണം നൽകുന്ന ഒരു കരുത്തുറ്റ ഗ്ലാസ്സാണ്. അതുപോലെ കടുത്ത സൂര്യപ്രകാശത്തിലും തെളിച്ചമുള്ള ഡിസ്പ്ലേ ഉറപ്പുവരുത്തുക എന്നിവയും ഈ ഗ്ലാസിൻ്റെ പ്രത്യേകതയാണ്. ഗാലക്സിയുടെ S23 സീരീസുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഗൊറില്ല
കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനേക്കാൾ അത്യധികം പ്രൊട്ടക്ഷൻ നൽകുന്ന ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ് ആർമർ. ഇതിൻ്റെ സ്ക്രീൻ 6.8 ഇഞ്ച് ക്വാഡ് HD+ അമോലഡ് ഡിസ്പ്ലേ ആണ്. ഇതിൽ 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെയുള്ള വേരിയബിൾ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറ സംവിധാനം ഒരു അത്ഭുതം തന്നെയാണ്. iPhone 15 പ്രോയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മൊബൈൽ പ്രേമികളും കാത്തിരുന്ന ആ നിമിഷം ഉടൻ തന്നെ സംജാതമാകുന്നതാണ്. ഇത് ഉടൻ തന്നെ വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് ഷോപ്പ് ഉടമകൾ പറയുന്നത്. ഓക്കെ.